ആലപ്പുഴ രക്ഷാപ്രവർത്തന കേസിൽ എം.ആർ. അജിത് കുമാറിനെതിരായ റിപ്പോർട്ട് മടക്കി ഡി.ജി.പി. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടാണ് മടക്കിയത്. ചില ഭാഗങ്ങളിൽ വ്യക്തത വേണമെന്നും തുടരന്വേഷണം നടത്തി പുതുക്കിയ റിപ്പോർട്ട് നൽകാനുമാണ് ഡി.ജി.പി. നിർദ്ദേശം നൽകിയത്. എം.എസ്. വീണയുണ്ട് തലസ്ഥാനത്ത് നിന്ന്. വീണ, എന്തുകൊണ്ടാണ് ഇത്തരമൊരു റിപ്പോർട്ടിൽ അവ്യക്തത എന്ന വാദം ഉയർന്നത്? എന്തൊക്കെ രീതിയിലാണ് ഒരു മാറ്റം പ്രതീക്ഷിക്കുന്നത് വീണ? നമസ്തേ ശില്പ, രാഖി. ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഈ സർക്കാർ, അതായത് UDF സർക്കാർ അധികാരമേറ്റ ആദ്യ നാളുകളിൽ തന്നെ പ്രഥമ പരിഗണന കൊടുത്തതാണ് ഈ ആലപ്പുഴ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട്. അന്നത്തെ മുഖ്യമന്ത്രി, ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന് സുരക്ഷ ഒരുക്കുന്നതിന്റെ പേരിൽ അന്നത്തെ ഗൺമാന്മാർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ക്രൂരമായി മർദ്ദിച്ച സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നുള്ള ആയിരുന്നു ഈ ഒരു കേസിന്റെ ആധാരം. തുടർന്ന് അന്വേഷണം ആരംഭിച്ചു. ദിവസങ്ങൾ പിന്നിട്ടും ഷൗക്കത്ത് അലിയുടെ, ആലപ്പുഴ ക്രൈംബ്രാഞ്ച് SP ഷൗക്കത്ത് അലിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചത്. പക്ഷേ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ തന്നെ ഇതിൽ നടപടി വൈകുന്നു, ആഭ്യന്തര വകുപ്പിന് റിപ്പോർട്ട് കൈമാറിയിട്ടില്ല എന്നടക്കം വലിയ തരത്തിൽ വിമർശനമുണ്ടാവുകയും KC വേണുഗോപാൽ അടക്കമുള്ളവർ, കോൺഗ്രസിലെ ഉന്നത നേതാക്കളടക്കം ഇതിൽ വിമർശനം ഉന്നയിച്ച് വന്നതിന് പിന്നാലെയാണ് ഈ ഒരു കേസിൽ വീണ്ടും അനക്കം വയ്ക്കുന്നത്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം ഈ റിപ്പോർട്ട് ലഭിച്ചതിന് പിന്നാലെ തന്നെ ഇതിൽ എം.ആർ. അജിത് കുമാറിനെതിരെ, ADGP എം.ആർ. അജിത് കുമാറിനെതിരെ നടപടിയെടുക്കേണ്ട സാധ്യതകൾ ഏതൊക്കെയാണെന്നുള്ളതിൽ നിയമോപദേശം തേടിയിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു കേസ് അട്ടിമറിക്കുന്നതിനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പങ്ക് വ്യക്തമായിരുന്നു. ആ വിവരങ്ങൾ പുറത്തു വന്നതായിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ ഈ ഒരു കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥരിൽ നിന്നും കേസ് ഡയറിയിലടക്കം തിരുത്തൽ വരുത്തുന്ന തരത്തിലേക്ക് ADGP എം.ആർ. അജിത് കുമാറിന്റെ ഇടപെടൽ ഉണ്ടായി. ആലപ്പുഴയിലെ ഉദ്യോഗസ്ഥരെ വിളിച്ചു വരുത്തി പെൻഡ്രൈവിൽ ആ രേഖകൾ വാങ്ങിക്കുകയും ആ രേഖകൾ തിരുത്തുന്നതിനുള്ള നീക്കം നടത്തിയെന്ന് വ്യക്തമായി. ഒപ്പം ഇതുമായി ബന്ധപ്പെട്ട അജിത് കുമാറിനൊപ്പം ഉണ്ടായിരുന്ന 5 ഉദ്യോഗസ്ഥർക്കെതിരെ കൃത്യമായിട്ടുള്ള തെളിവുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തു വന്നു. ഈ സാഹചര്യത്തിലാണ് റിപ്പോർട്ട് വിശദമായി പരിശോധിക്കുകയും നിയമോപദേശം തേടുകയും ചെയ്തത്. നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ റിപ്പോർട്ടിൽ അവ്യക്തതകൾ ഉണ്ട് എന്നാണ്. ആ അവ്യക്തതകൾ തിരുത്തി, ആ അവ്യക്തതകളുള്ള ഭാഗങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് അന്വേഷണ സംഘത്തിന് ആ റിപ്പോർട്ട് DGP ഇപ്പോൾ മടക്കി അയച്ചിരിക്കുന്നത് എന്നുള്ളതാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ചില ഭാഗങ്ങളിൽ വ്യക്തത വേണം, അതുകൊണ്ട് തന്നെ തുടരന്വേഷണം നടത്തി പുതുക്കിയ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് DGP ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. എം.എസ്. വീണയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.